ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുന്നത് 444 ഏഞ്ചൽ എന്താണ്, 444 പോർട്ടൽ എപ്പോഴാണ് ഓപ്പൺ ആകുന്നത്, ഈ 444 എന്നുള്ള നമ്പർ നിങ്ങൾ ഇടയ്ക്കിടെ കാണുകയാണെങ്കിൽ എന്താണ് അതിനുള്ള അർത്ഥം എന്നുള്ളതിനെക്കുറിച്ചാണ്. ആദ്യം തന്നെ പറയാം, ഈ വരുന്ന ഏപ്രിൽ മാസം 4-ാം തീയതിക്കുള്ളിൽ, അതായത് 4-ാം തീയതി രാത്രി 12-നുള്ളിൽ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വരും വീഡിയോയിലോട്ട് കിടക്കാം. നാളെ, അതായത് ഏപ്രിൽ മാസം 4-ാം തീയതി നമ്മുടെ 444 പോർട്ടൽ ഓപ്പൺ ആകുന്ന ഒരു ദിവസമാണ്. നമ്മുടെ ആത്മീക യാത്ര എന്ന വീഡിയോയിലൂടെ എല്ലാ മാസത്തെ പോർട്ടലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ മാസം വരുന്നത്, ഇപ്പോൾ 12-ാം മാസമാണെങ്കിൽ 12-ാം തീയതിയും 12-ാം മാസവും ഒരുമിച്ച് വരുന്നതിനെ നമ്മൾ 12 പോർട്ടൽ എന്നും, 1-ാം മാസം 1-ാം തീയതി 1 പോർട്ടൽ എന്നും, 2-ാം മാസം 2-ാം തീയതി 2 പോർട്ടൽ എന്നും എല്ലാം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസമാണ് നാളെ. സാധാരണ നമ്മളിൽ പലരും ഇടയ്ക്കിടെ ഈ 444 അല്ലെങ്കിൽ 4 മണി 44 മിനിറ്റ് എല്ലാം ഇടയ്ക്കിടെ കാണാറുണ്ടാകും. ഒന്നുകിൽ രാവിലെ ഉണരുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കാണാനുള്ള സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ പല വണ്ടികളുടെ പിറകിലും 444 എന്നുള്ള നമ്പർ നമ്മൾ ഒരുമിച്ച് കാണും. ഇത് ഒരു ഏഞ്ചൽ നമ്പറാണ് എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത് മുഖാന്തരം നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ശുഭവാർത്തകൾ നമ്മളെ തേടിയെത്തുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 111 എന്നുള്ള സംഖ്യ നമ്മൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 111 എന്നുള്ളത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ആ കാര്യം കുറച്ചും കൂടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു സന്ദേശമാണ് ഏഞ്ചൽ നമ്മളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ 11-11 എന്നുള്ള സമയം അല്ലെങ്കിൽ 11-11 എന്നുള്ള നമ്പർ നമ്മൾ ഇടയ്ക്കിടെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് 4-1 കാണുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ തന്നെ നിറവേറി കിട്ടുവാൻ പോകുന്നു എന്നാണ് ഈ ദേവതമാർ നമുക്ക് നൽകുന്ന സന്ദേശമായിട്ട് എടുക്കുന്നത്. അപ്പോൾ 1-11നും 11-11നും വളരെയധികം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത് 4-44 അല്ലെങ്കിൽ 444 എന്നിവ നമ്മൾ കാണുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു ദൈവിക കടാക്ഷം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം ഉടൻ നിറവേറ്റി തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരാണെങ്കിലും അല്ല വീട്ടിൽ പൂജകൾ ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ നമ്മുടെ ഇഷ്ടദൈവത്തിന് മുൻപിലോ കുലദൈവത്തിന് മുൻപിലോ വെച്ച് പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനകൾ ഉടൻ നിറവേറി കിട്ടും എന്നു മാത്രമല്ല അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതും, നമുക്ക് ചുറ്റും അവരൊരു പ്രൊട്ടക്ഷൻ പോലെ കാവലായി നിൽക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഈ ദേവതമാർ തരുന്ന ഒരു സൂചനയാണ് 444 എന്നുള്ളത് ഇടയ്ക്കിടെ കാണുന്നത് മുഖാന്തരം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തെ നമ്മൾ എങ്ങനെയാണ് ഉടൻ തന്നെ നിറവേറ്റിയെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയാം, നാളെ രാവിലെ 4 മണി മുതൽക്ക് 4:44 അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി മുതൽക്ക് 4:44 നമുക്ക് ഈ മെത്തേഡ് ചെയ്യുവാൻ സാധിച്ചാൽ വളരെ അധികം നല്ലത്. ഇനി അഥവാ അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ മുഴുവനായും ഉള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും, അതായത് രാത്രി 12 മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ കരുതുക. എന്നിട്ട് നാളെ മുതൽക്ക് 44 ദിവസം തുടർച്ചയായിട്ട് നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയതുപോലെ 44 പ്രാവശ്യം നമ്മൾ എഴുതണം. അതായത് ഞാനിപ്പോൾ എഴുതുന്നത് എൻ്റെ പണയപ്പെടുത്തിയ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ എടുക്കണം എന്ന് നമ്മൾ ഒരിക്കലും എഴുതരുത്. നമ്മൾ അത് നടന്നു കിട്ടിയതുപോലെ സങ്കല്പിച്ച് വേണം എഴുതാനായിട്ട്. അപ്പോൾ എന്ത് എഴുതണം? എൻ്റെ പണയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുത്തു, എൻ്റെ പണയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുത്തു എന്ന്. അതായത് ചെയ്തു കഴിഞ്ഞു, നമുക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടി ആയിരിക്കണം നമ്മളിത് എഴുതേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതൊരു ആഗ്രഹം വേണമെങ്കിലും എഴുതാം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണമെന്നിരിക്കട്ടെ. ഞാൻ ആഗ്രഹിച്ച തുക, അത് എത്ര രൂപയാണെങ്കിലും ആ തുക എന്നിലേക്ക് എത്തിച്ചേർന്നു എന്നെഴുതാം. നിങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടി വിവാഹം കഴിക്കുവാനാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച അവരുടെ പേരെഴുതിക്കൊണ്ട് അവരും ഞാനും വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നെഴുതാം.
അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹിച്ച ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നെഴുതാം. എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം എഴുതേണ്ടത്. എത്ര പ്രാവശ്യം? 44 പ്രാവശ്യം. എത്ര ദിവസം? 44 ദിവസം തുടർച്ചയായിട്ട്. നിങ്ങൾക്ക് സമയമൊക്കെ ഒരേപോലെ വേണമെന്നൊന്നും നിർബന്ധമില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വരയിടാത്ത പേപ്പറിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന എടുത്ത് നമുക്ക് എഴുതാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ എഴുതി നോക്കൂ. നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ആഗ്രഹം ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറി കിട്ടുവാനായിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോടും നമ്മുടെ ഇഷ്ടദൈവത്തോടും വളരെയധികം പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ 444 എന്നുള്ള പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കുന്നതിലൂടെയും നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. വെറും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം മാത്രമല്ല നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. നമ്മുടെ ചുറ്റും നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കൊരു കാവൽ ദൈവം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുലദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളോടൊപ്പം എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ 444 എന്നുള്ള ഏഞ്ചൽ നമ്പർ നമ്മൾ ഇടയ്ക്കിടെ കാണുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, നാളെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പോർട്ടൽ ദിവസത്തിൽ നിങ്ങളുടെ ഒരൊറ്റ ആഗ്രഹത്തെ ഈ 44 ദിവസവും ഒരൊറ്റ ആഗ്രഹം മാത്രം എഴുതുക. വേറെ ഏത് തരത്തിലുള്ള ചിന്തകളൊന്നുമില്ലാതെ ശാന്തമായ മനസ്സോടുകൂടി സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് എഴുതാവുന്നതാണ്. നിങ്ങളിങ്ങനെ എഴുതി നോക്കൂ. ഇടയ്ക്ക് 44 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആഗ്രഹം നിറവേറി കിട്ടിയാലും സാരമില്ല. നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും വീണ്ടും ആ 44 ദിവസം പൂർത്തിയാകുന്നത് വരെയും ഈ ആഗ്രഹം തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചത്തിൻ്റെ ആധിക്യം മുഖാന്തരവും നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ ശക്തി മുഖാന്തരവും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ, അത് എന്താണെങ്കിലും സാരമില്ല, ന്യായമായ പ്രാർത്ഥനകളാണെങ്കിൽ ഉടൻ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് ഇനി എപ്പോഴെങ്കിലും 444 അല്ലെങ്കിൽ 444 കാണുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം നമ്മൾ ചെയ്യുന്നത് കൃത്യമായ കാര്യങ്ങളാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരേണ്ടതില്ല. നമുക്ക് ചുറ്റും ഒരു കവചം എപ്പോഴുമുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചമുണ്ട്. നമ്മുടെ ദൈവിക ശക്തിയിലൂടെയും ഈ പ്രപഞ്ച ശക്തിയിലൂടെയും നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. സന്തോഷത്തോടു കൂടി നിങ്ങൾ ആ സമയം, അതായത് 444 എന്നുള്ള ആ നമ്പർ കാണുകയാണ് എന്നുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഇങ്ങനെ പറയുന്നത് മുഖാന്തരം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സഫലമാകുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, സ്വിച്ച് വേർഡുകൾ, ഏഞ്ചൽ നമ്പറുകൾ, അതുമാത്രമല്ല താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.